ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. ജയിച്ചു, ഒരു വിധത്തിൽ ജയിച്ചു. ഈ കളിയിലേക്ക് വരുമ്പോൾ ഓൾറെഡി മാൻ സിറ്റി ടോപ്പ് ഓഫ് ദ ടേബിൾ ആയിരുന്നു. അവരാണെങ്കിൽ വളരെ കൺവിൻസിംഗ്ലി വെസ്റ്റ് ഹാമിനെ 3-0 തോൽപ്പിച്ചിട്ടാണ് നമ്മൾ ഈ കളിയിലേക്ക് വരുന്നത്. അപ്പോൾ ആ കളി കണ്ടവർ ഈ കളി കാണുവാണെങ്കിൽ, ഇതിപ്പോൾ ആർസണൽ ഫാൻ ആവണമെന്നൊന്നുമില്ല, ഈ ഒരു ന്യൂട്രൽ ഫാൻ തന്നെ ഈ കളി കാണുമ്പോൾ തന്നെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും, ആ ക്ലാസ് ഡിഫറൻസ്. എഗെയിൻ ഞാൻ ഈ സെയിം വാചകമാണ് കഴിഞ്ഞ പ്രാവശ്യവും പറയാതിരിക്കാൻ പറ്റുന്നില്ല, കാരണം സംഭവം അത് തന്നെയാണ്. ഒരു സൈഡിൽ വെസ്റ്റ് ഹാമിനെ പഞ്ഞിക്ക് ഇട്ടത് തന്നെ പറയാം. ആ കളി കാണാൻ എന്ത് രസമായിരുന്നു മാൻ സിറ്റിയുടെ. വളരെ പ്രൊഫഷണൽ ഡിഫെൻഡിങ്, അറ്റ് ദ സെയിം ടൈം അവർ അറ്റാക്കിന് പോകുമ്പം വളരെ ക്ലിനിക്കൽ. ഫസ്റ്റ് 5 മിനിറ്റ്സിൽ തന്നെ ഹാലൻഡ് ഗോൾ അടിക്കുന്നു, പിന്നെ 38 സംതിങ് വേറൊരു ഗോള്, പിന്നെ റേഞ്ചേഴ്സിൻ്റെ ഗോളാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് പിന്നെ എഗെയിൻ ഹാലൻഡിൻ്റെ ഗോള്, വളരെ റെഗുലർ ഇൻ്റർവെല്ലിൽ ഗോള്. ഓക്കെ, ആർസണലിൻ്റെ കളിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെ നമ്മൾ ഗോൾ അടിക്കുന്നു, പെനാൽറ്റി ഗോള്, ഒരു ഹാൻഡ് ബോൾ, കോർണറിൽ നിന്ന് ഒരു ഹാൻഡ് ബോൾ കിട്ടുന്നു, ഗോൾ അടിക്കുന്നു, ഗ്യോക്കറൈസിൻ്റെ ഗോള്, ഹാപ്പി ഫോർ ഹിം. ഗോൾ അടിച്ചു കഴിഞ്ഞ് സെയിം ഓൾഡ് ആർസണൽ സിറ്റിംഗ് ബാക്ക്. ആ ഫസ്റ്റ് ഗോൾ കയറുന്നവരേക്കും ഫസ്റ്റ് 60 മിനിറ്റ്സ് ശരിയാണ്. സ്റ്റാറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ എവർട്ടൺ 0 ഷോട്ട് ഓൺ ടാർഗറ്റ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവർ അറ്റാക്കിന് വരുമ്പം ആർസണലിനെക്കാട്ടിലും വിഷ്വലി ത്രെറ്റനിങ് ആയിരുന്നു. നമ്മൾ ഫുട്ബോൾ കണ്ടും കളിച്ചും ഒക്കെ എന്താ ഒരു ബേസിക് നോളജിൽ നമുക്ക് ആ ഒരു കാഴ്ചയുണ്ടല്ലോ, അതിൽ നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റും എവർട്ടൻ്റെ അറ്റാക്കാണ് മോർ ത്രെറ്റനിങ് ദാൻ ആർസണൽസ് അറ്റാക്കാണ്. ബേസിക്കലി ഒരു പുവർ ഗെയിം ആയിരുന്നു, ഓവറോൾ ഒരു പുവർ ഗെയിം ആയിരുന്നു. ഒരു ഗോള് ലീഡ്, ആ ഗോള് എക്സ്റ്റെൻഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു, 2 പ്രാവശ്യം പോസ്റ്റേ തട്ടിപ്പോകും, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ വി വർ ബെറ്റർ ദാൻ ഫസ്റ്റ് ഹാഫ് ഫുള്ള് ഈ ട്രോളിൽ പറയുന്നതിൻ്റെ കൂട്ട് തന്നെ ബാക്ക്വേർഡ് പാസ് FC, സൈഡ് വേസ് പാസ് FC, ഇത് തന്നെ. അല്ലാതെ വേറെ ക്രിയേറ്റീവായിട്ടൊന്നും സാക്കേനെ കൊണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഓഡഗാർഡിനെ കൊണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തിന് ബാക്ക് ലൈനിൽ നിന്ന് ഫ്രണ്ടിലേക്ക് പോകുന്ന ട്രാൻസിഷൻ പോലും ഇറ്റ് വാസ് ബിക്കമിങ് വെരി ടഫ്. ഞാൻ ഈ ഗെയിം വാച്ചലോന്ന് ലൈവ് പോയായിരുന്നു, ഒരു സാഹചര്യത്തിൽ ഒരു കമൻറ്റ് വന്നതാണ്, റായ ഈസ് മോർ ക്രിയേറ്റീവ് പ്ലെയർ ദാൻ സാക്ക എന്ന്. അത് ശരിയായിരുന്നു. റായ ചില ത്രൂ പാസസ് നല്ല വൃത്തിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു പ്ലെയേഴ്സിന്. ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ മിഡ്ഫീൽഡ്, വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡിൽ നിന്നും ഒരു ഡീഗ്രേഡിങ് മിഡ്ഫീൽഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ക്രിയേറ്റിവിറ്റി ഇല്ല, ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത്, ട്രാൻസിഷൻ എന്താണെന്ന് പോലും അവർക്കറിയത്തില്ല. ചില കൗണ്ടർ അറ്റാക്കിംഗ് ഒക്കെ കിട്ടിയിട്ട് കംപ്ലീറ്റ്ലി വേസ്റ്റ് ചെയ്യണം. മാർട്ടിനെല്ലിക്കൊക്കെ സെക്കൻഡ് ഹാഫിൽ മാർട്ടിനെല്ലിനെ സബ് ചെയ്തിട്ട് മാർട്ടിനെല്ലിക്കൊക്കെ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് പിന്നെ നോക്കുമ്പം ബോള് റായയുടെ കയ്യിലാണ് ബോളുള്ളത്. ഇന്നത്തെ കളി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു കാര്യം വ്യക്തമായിരുന്നു, ഗ്യോക്കറൈസിനെ കുറച്ചുകൂടെ യൂട്ടിലൈസ് ചെയ്യണമെന്നുള്ള ഒരു ഗെയിം പ്ലാനോടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് അത് എക്സിക്യൂഷനിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഗ്യോക്കറൈസിന് കൊടുക്കുന്ന പാസ് എന്നൊക്കെ പറയുന്നത് അട്ടർ ഹൊറിബിൾ പാസസ്, കണ്ടു നിൽക്കാൻ സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മ വരുന്ന ഓഡഗാർഡ് ബോൾ ക്യാരി ചെയ്ത് മുന്നോട്ട് പോയിട്ട് നമ്മുടെ ഗ്യോക്കറൈസ് ആ അറ്റാക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സെൻട്രൽ ഓടിക്കൊണ്ടിരുന്ന ഗ്യോക്കറൈസ് ഒന്ന് റൈറ്റ് വിങ്ങിലേക്ക് ചരിഞ്ഞ് വരുന്നുണ്ട്, കട്ട് ബാക്ക് ചെയ്ത് ക്രോസ് ചെയ്യാനും വടവർ, അങ്ങനെ ഒന്ന് റൈറ്റ് വിങ്ങിലേക്ക് പോകുന്നു. ആ റൈറ്റ് വിങ്ങിലേക്ക് ഇറങ്ങിയ ഗ്യോക്കറൈസിന് കൊടുത്ത പാസ്, ഓഡഗാർഡ് കൊടുത്ത പാസ് പോലും എന്ത് പറയാനാണെന്ന് പോലും അറിയത്തില്ല. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ബട്ട് ഒരു BP കയറ്റുന്ന, ടെൻഷൻ അടിപ്പിക്കുന്ന, ഈ പാതിരാത്രി എന്ന് ടെൻഷൻ അടിപ്പിക്കുന്ന ഗെയിം 1-0 എന്ന് പറയുന്ന ഗെയിം എന്നറിയാമല്ലോ, എല്ലാ ഫുട്ബോൾ ഫാൻസും അനുഭവിച്ചിട്ടുള്ള ഒരു സ്കോർ ലൈനാണ് 1-0. ആ 1-0യുടെ എല്ലാ ടെൻഷനും എല്ലാ BP കയറ്റലും ഉണ്ടായിരുന്നു ഈ ഗെയിമിനും.
ഒരു കാര്യത്തിൽ ഹാപ്പിയാണ്, അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ബെറ്റർ ദാൻ വോൾസ് ഗെയിം ഓഫ് കോഴ്സ്, അവിടെ ഇവിടെയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ബട്ട് മിഡ്ഫീൽഡിൽ ക്രിയേറ്റിവിറ്റി പോരാ. ഓഡഗാർഡ് ഈസ് നോട്ട് ഡൂയിങ്, ഹീ നീസ് വളരെ ഓപ്പൺ ആയിട്ട് പറയും, ഹീസ് നോട്ട് ഡൂയിങ് ഹിസ് ജോബ്. ഓക്കെ, ആ ക്രിയേറ്റീവ് മിഡ്ഫീൽഡ് എന്നുള്ളൊരു സാധനം ഹീ ട്രൈഡ്, അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇവിടെ അതൊന്നും ഒരു ഫലം കാണുന്നില്ല. സോ ആ ക്രിയേറ്റീവ് മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ ആ പൊസിഷന് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു പ്ലെയർ, മേ ബി ഇറ്റ്സ് എസെ ആയിരിക്കാം ആൻസർ, മേ ബി ഇറ്റ്സ് വെന്നിയറി. യു നീഡ് ടു ചേഞ്ച്, ആ ഒരു ഭാഗം ഒരു വലിയൊരു ചേഞ്ച് വരണം. സോ അത് അർട്ടറ്റയുടെ ജോബാണ്. ഇന്നത്തെ ടീം ഇങ്ങനെ കളിച്ചത്, യു ഹാവ് ടു പോയിൻറ്റ് ഫിംഗേഴ്സ്, അവിടെ ഇവിടെ എങ്ങനെ പോയാലും കറങ്ങി തിരിഞ്ഞ് അർട്ടറ്റയിൽ വരും. കാരണം അത് ഗെയിം സെറ്റപ്പ് ചെയ്തത് ആ രീതിയിലാണ്. ബട്ട് പ്ലെയേഴ്സ് മെൻറ്റാലിറ്റി ഹാസ് ഇംപ്രൂവ്ഡ്, ആ കാര്യത്തിൽ ഐ എം റിയലി ഹാപ്പി. എന്തേലും ആട്ട് എന്നുള്ള രീതിയിലല്ല ഇന്ന് കളിച്ചത്. സോ ഐ എം റിയലി ഹാപ്പി. മെൻറ്റാലിറ്റി ഒരു ഭയങ്കര ഫൈറ്റ് അതൊന്നും കാണാനൊന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും, ബട്ട് ദർ വാസ് എ ഓവറോൾ ഇമ്പ്രൂവ്മെൻറ്റ്. ഓക്കെ, ഇന്നത്തെ കളി നമുക്ക് ജയിക്കണം എന്നുള്ള ആ ഒരു സാധനം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ക്ലിയർ. ബോൾ വിന്നിങ്ങിലൊക്കെ നമുക്കത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത് പോരാ, സ്റ്റൈൽ ഓഫ് പ്ലേ മാറണം. ഐ എം റിയലി ഹാപ്പി ദറ്റ് വി വോൺ 3 points നമ്മൾ എടുത്തു. വി ആർ മെയിൻറ്റെയിനിങ് ദ ടോപ്പ് പൊസിഷൻ എന്നുള്ള കാര്യത്തിൽ ഐ എം റിയലി ഹാപ്പി. നമ്മുടെ പ്ലെയേഴ്സ് തിരിച്ചു വരുന്നവരെ ഈ ഒരു റണ്ണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ജാനുവരി മിഡ് വരേക്കും നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം. പിന്നെ നമ്മുടെ മെയിൻ പ്ലെയേഴ്സൊക്കെ വരും. നമ്മുടെ ആ ഒരു ബിഗ് ഗ്യാപ്പിൽ വന്നാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ സോൾവ് ആവും, ഷുവർ. എസ്പെഷ്യലി ആ ഡിഫെൻസീവ് ഓർഗനൈസേഷൻ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. കീപ്പ് ഇൻ മൈൻഡ്, എവർട്ടൺ അവരുടെ ഒരുപാട് പ്ലെയേഴ്സ് മിസ്സിങ് ആയിരുന്നു, എന്നിട്ടും ദേ പുട്ട് ഓൺ എ ഗുഡ് ഫൈറ്റ്. ഒരു 60-70 minutes വരേക്കും ദേ റിയലി പുട്ട് ഓൺ എ ഗുഡ് ഫൈറ്റ്. സോ ഇതിപ്പം വേറെ വല്ല ടീമും ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ എ ഡിഫറെൻറ്റ് സ്റ്റോറി. അതും കൂടെ നമ്മൾ മനസ്സിൽ വെക്കണം. മാൻ സിറ്റി സാധാരണ കഴിഞ്ഞ സീസണൊക്കെ ആണെങ്കിൽ മാൻ സിറ്റി ടോപ്പ് ഓഫ് ദ ടേബിൾ ഇങ്ങനെ ഈ മിഡ് ഡിസംബറിലും ജാനുവരിലൊക്കെ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലെയേഴ്സ് ആ പ്രഷറോടെയാണ് കളിക്കുന്നത്. സോ ഇന്നത്തെ ഗെയിമിൽ ആ പ്രഷറോടെ കളിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, കുറച്ചുകൂടെ ഫ്രീ ആയിട്ടൊക്കെയാണ് കളിച്ചത്. ബട്ട് അഗെയിൻ ഇതൊക്കെയാണ് പ്രശ്നം. ക്രിയേറ്റിവിറ്റി, ട്രാൻസിഷൻ ഇഷ്യൂ, ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈഡ് വേസ് FC എന്നേ നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഗ്യോക്രസിനെ കണ്ടെത്താനാണ് സ്റ്റൈൽ ഓഫ് പ്ലേ എങ്കിൽ, ബട്ട് പോരാ, വർക്ക് ഓൺ ദാറ്റ്. യു റിയലി നീഡ് ടു വർക്ക് മോർ ഓൺ ദാറ്റ് എന്നേ പറയാൻ പറ്റും. ഗുഡ്. ജേസൂസ് വന്നു. ജേസൂസും അത്യാവശ്യം നല്ലതായിട്ടാണ് കളിച്ചത്. ട്രൊസാർഡും ഇന്നത്തെ ഒരു സ്റ്റാർ പ്ലെയർ എന്നൊക്കെ പറയാനാണെങ്കിൽ എല്ലാവരും ഒരു ആവറേജ്, അത്രയേ ഉള്ളൂ. അല്ല വലിയ സ്റ്റാറായിട്ടൊന്നും ആരും പറയാനില്ല. ഓവറോൾ ഹാപ്പി വിത്ത് ദ 3 points. ഹാപ്പി വിത്ത് ദ പെർഫോമൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെറ്ററാണ് പെർഫോമൻസ്. അങ്ങനെ ഹാപ്പി എന്നൊന്നും പറയില്ല. ബെറ്റർ പെർഫോമൻസ് ദാൻ വോൾസ്, അത്രയേ ഉള്ളൂ. മച്ച് ബെറ്റർ പെർഫോമൻസ് ദാൻ വോൾസ്. ബട്ട് ഇത് പോരാ. ഓഫ് കോഴ്സ് ഇനി വരുന്ന ഗെയിമുകളിൽ ഇമ്പ്രൂവ് ആവും. ഇതിൽ വെച്ച് ബിൽഡ് ചെയ്ത് പോകണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഗൈസ്. ടേക്ക് കെയർ.